റിട്ടയർഡ് എസ് പി സക്കറിയ ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, മലയാളികൾ കേട്ടുകേൾവിയില്ലാത്ത ഒന്ന് ഞെട്ടലോടെയാണ് കേട്ടത്. ആ കേസിൽ ഇപ്പോൾ കൊലപാതകം നിലനിൽക്കുന്നു, തെളിവ് നശിപ്പിക്കൽ നിലനിൽക്കുന്നു, പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചത് നിലനിൽക്കുന്നു എന്ന് കോടതി പറയുമ്പോൾ ഇതിൽ ഏത് തരത്തിലുള്ള ഒരു ശിക്ഷ ലഭിക്കാനാണ് സാധ്യത കാണുന്നത്? ഇതൊക്കെ റെയറസ്റ്റ് ഓഫ് റെയർ കേസായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഇതെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പ്രീമെഡിറ്റേറ്റഡ് ആണ്. പെട്ടെന്ന് സഡൻ പ്രൊവോക്കേഷനിൽ നടക്കുന്ന കുറ്റകൃത്യമല്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു തർക്കമൊക്കെ ഉണ്ടായിട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ അന്നേരം അല്ല റൈറ്റ് ഓഫ് സെൽഫ് ഡിഫെൻസ് സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും അല്ല. ഇതൊക്കെ പ്രീമെഡിറ്റേറ്റഡ് മുൻകൂട്ടി കണ്ട് അത് തന്നെ അന്ന് പറഞ്ഞിരുന്നു. നെറ്റിൽ നിന്ന് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ എഫക്ട്, എങ്ങനെ ഇത് ചെയ്യാന്നൊക്കെ ഉള്ള പഠിച്ചും പോയിസണെ പറ്റിയും പഠിച്ചുമൊക്കെയാണ് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു വെൽ പ്ലാൻ മെറ്റിക്കുലസ്ലി പ്ലാൻഡ് മർഡറാണ്. അപ്പം തീർച്ചയായിട്ടും അത് റെയറസ്റ്റ് ഓഫ് റെയർ ആയിട്ട് നോക്കണം. കാരണം ഈ കേസുകളിൽ, കൊലക്കേസുകളിലെല്ലാം ചെറിയ ചെറിയ ശിക്ഷകളാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കുന്നില്ല. രണ്ട്, ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇന്ന് ജീവച്ഛവം പോലെ ജീവിച്ചിരിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്കൊന്നും ഒരിക്കലും തൃപ്തി വരുന്നില്ല. നമ്മള് അറിയാം, ഈ പറയുന്ന മരിച്ച വ്യക്തിയുടെ അച്ഛന് സ്ട്രോക്കൊക്കെ വന്നു. അപ്പൊ എന്തുമാത്രം ജീവിതത്തിൽ അദ്ദേഹത്തിന് മെന്റൽ ട്രോമ ഉണ്ടായി. ഇതിന്റെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൊണ്ട് വന്നു അദ്ദേഹം ഞാൻ കണ്ടു കല്ലറയിലൊക്കെ പോകുന്നു പറഞ്ഞു. നേരത്തെ എല്ലാ ദിവസവും പോകുമായിരുന്നു. പിന്നെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസമാണ് പോകുന്നത്. അപ്പം എന്തുമാത്രം ഈ മകനുമായിട്ട് അച്ഛന് അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ളതൊക്കെ വലിയ സന്ദേശമാണത്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ നല്ല ശിക്ഷ കൊടുക്കുക. നമുക്ക് എയ്ക്കും ബിക്കും സിക്കും ആരെയും കൊല്ലാതെ ജീവിക്കാൻ ഈ ഭൂമിയിൽ പറ്റുമെങ്കിൽ ഡി ഇ എഫ് ഒക്കെ കൊല്ലുമെങ്കിൽ അവർ നേരത്തെ പൊക്കോട്ടെന്നേ. അവര് ഒരു പ്രിമച്വർ റിട്ടേൺ ഫ്രം എർത്ത്, ഭൂമിയിൽ നിന്ന് അവർ നേരത്തെ പൊക്കോട്ടെന്നേ. ഒരു പ്രശ്നമൊന്നുമില്ല. ഇവരെയൊക്കെ റിഫോം ചെയ്തെടുത്ത് എന്തോ ചെയ്യാനാ? കുറെ ആൾക്കാർ റിഫോമേറ്ററി തീറൊക്കെ പറയും. കാര്യം ഈ പാർട്ടിക്ക് വേണ്ടിയൊക്കെ കൊല്ലാൻ പോകുന്നവർക്ക് വധശിക്ഷയൊക്കെ കിട്ടാതെ അവരെ നിർത്തണം എന്നുള്ളത് പാർട്ടിക്കാർക്കൊക്കെ ആവശ്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ലൈഫ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഓൺ എർത്ത്. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന മനുഷ്യ ജീവനാണ്. ആ ജീവൻ എടുക്കുന്നവർക്കൊക്കെ കിട്ടാവുന്ന മാക്സിമം പണിഷ്മെന്റ് നമ്മുടെ നിയമത്തിനകത്ത് BNS എഴുതി വെച്ചേക്കുന്ന ഏറ്റവും നല്ല ശിക്ഷ കൊടുക്കട്ടെ. അതുകൊണ്ട് സമൂഹത്തിൽ മാതൃക ഉണ്ടാകട്ടെ. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടു, നടിയുടെ ആക്ഷേപത്തിലൊക്കെ ഉള്ളതിനകത്ത് കോടതി തന്നെ പറഞ്ഞല്ലോ സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കണമെന്ന്. അപ്പൊ അത്തരത്തിലുള്ള വളരെ ചെറിയ ശിക്ഷകൾ കിട്ടുന്ന കുറ്റത്തിന് പോലും സമൂഹത്തിന് സന്ദേശം കൊടുക്കണമെന്ന് നമ്മൾ കോടതികൾ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾക്കകത്തും കോടതി വലിയ സന്ദേശങ്ങൾ സമൂഹത്തിന് കൊടുക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ. യെസ്, പരമാവധി ശിക്ഷ ലഭിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്.